ഞങ്ങളുടെ നാട്ടിലൂടെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ നല്ല ചന്തമുള്ള ഓരോരോ പ്ലേസുകൾ കാണുമ്പോൾ ഇതെങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുക. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. മഴ പെയ്ത് ഒരു വെയിലറിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലേസുകൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ക്യാമറ ഓണായി പോകണം മക്കളെ. ആ ജാതി വൈബ്. എന്തായാലും ഇന്നൊരു പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ച കണ്ടു കേട്ടോ. കാഴ്ച എന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ കാഴ്ചയൊന്നുമല്ല, എന്നാലും എനിക്ക് എൻ്റെ കണ്ണിക്കൊരു വ്യത്യാസമായി തോന്നി. അത് നിങ്ങൾക്ക് കാണിക്കാമെന്നുള്ള ഐഡിയക്ക് എടുത്തൊരു വീഡിയോ ആണ് ഇത്. ഓക്കെ, അതാണ് സംഭവം. ഇതാണ് മക്കളെ കുളം സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ. ഒന്നൊന്നര വ്യൂ ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. കാണാൻ നല്ല ചുറ്റുമലൊക്കെ കെട്ടി നല്ല വൈബ് പ്ലേസാണ് കേട്ടോ കാണാൻ. എന്തായാലും പെട്ടെന്ന് നോക്കിയൊരു പൂള് പോലെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെ. എന്തായാലും കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് പോയില്ല. കാരണം ഇത്ര മനോഹരമായ കാഴ്ച കണ്ടിട്ട് നമ്മൾ അവിടെ നിൽക്കാണ്ടിരുന്നാൽ നോക്കാണ്ടിരുന്നാൽ എനിക്ക് തന്നെയായിട്ട് ഒരു നഷ്ടം എന്നുള്ളതിൽ ഞാൻ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുകയുണ്ടായി. കാരണം അത്രയും മനോഹരമായിട്ട് ആ വെള്ളത്തിൻ്റെ നിറവും നീല നിറമൊക്കെ ആയിട്ട് എല്ലാം നല്ല അടിപൊളി വൈബിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. ഏതൊരു പ്രൈവറ്റ് പാർട്ടിനെ തോന്നുന്നു. എന്തായാലും കാണാൻ നല്ല മൊഞ്ചുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാമെന്നുള്ള ഐഡിയയിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. മീൻ വളർത്താനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. എന്തായാലും കാണാൻ നല്ല വ്യൂ ആണ്. ആ കാഴ്ചയും കണ്ട് അങ്ങനെ വീട്ടിലേക്ക് യാത്രയായിട്ടാണ്. വീട്ടിലേക്ക് പോയി വീട്ടിൽ പരിസരത്തൊക്കെ ആൾക്കാർക്ക് കൂനൊക്കെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഇടിയൊക്കെ പൊട്ടിയിട്ട് കൂന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തൊടിയിൽ വല്ല കൂനുണ്ടോ നോക്കാമെന്നുള്ള ഐഡിയയിൽ തൊടിക്കൊന്ന് പോയതാണ്. അപ്പോഴാണ് പരിസരത്തുള്ള ടീമുകളൊക്കെ വന്ന് കൂനൊക്കെ വലിച്ചിട്ട് പോയിട്ടുണ്ട്, ഇവിടെ നിറയെ കൂനൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനായിട്ട്. പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും തൊടി പോയപ്പോൾ ഒരു അടിപൊളി ഒരു സംഭവം കിട്ടിയിട്ടാ. തിന്നോക്ക് തിന്നെ ഒരു കടി അടിക്കാ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? കുറച്ച് വലിച്ചെടുക്കട്ടെ. മേടിക്കുന്നുണ്ടല്ലോ നല്ല മധുരം, നല്ല ഇത്തിരി പുളിപ്പുണ്ടാവൂലേ? എന്താ ടേസ്റ്റ്? കഴിച്ചു നോക്ക് വാപ്പ. കുരുവിനാ തുപ്പിക്കളഞ്ഞിട്ടാ. എന്തായാലും കൂന് വലിക്കാൻ പറ്റി. കൂന് കിട്ടിയില്ലെങ്കിലും തൊടിയിലുണ്ടായി ഈ ഫ്രൂട്ട് കഴിക്കാൻ പറ്റിയിട്ടാ. എന്തായാലും നിറയെ ഉണ്ടായത് കൊണ്ട് കാണാൻ തന്നെ ഒരു ഭംഗി തന്നെയായിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടോ. പുളിയും മധുരമൊക്കെ ചേർന്നാണ്. ഇതിന് പേരെന്തായാലും എനിക്ക് ഓർമ്മയില്ല. കാരണം എന്താണ് ചെറുപ്പത്തിൽ കഴിച്ചുള്ള സംഭവമാണ്. എന്താ പേര് മറന്നുപോയി. എന്തായാലും കാണാൻ നല്ലൊരു വൈബ് തന്നെയായിരുന്നു. മൊത്തത്തിൽ നല്ല ടേസ്റ്റും പുളിയും മധുരം ചേർന്നിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. നിങ്ങളാരെങ്കിലും ഈ ഫ്രൂട്ട് കണ്ടിട്ടോ ഉപയോഗിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. സംഭവം സൂപ്പറായിട്ടുണ്ട്. എന്തായാലും മാനിക്കത് ഇഷ്ടപ്പെട്ടതെന്നാണ് അവൻ പറയുന്നത്. നമുക്ക് തിന്നാൻ പറ്റുന്ന ഫ്രൂട്ടാണ്. പുളിയും മധുരമൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ്. എന്തായാലും നന്നായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് മറക്കാതെ നമ്മളൊന്ന് ഫോളോ ചെയ്യുക. ഇതുപോലെ നാടൻ നല്ല നൈസ് വീഡിയോസിനായി നമ്മളൊന്ന് ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ലൈക്കൊക്കെ അടിച്ച് തകർക്കാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.